സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. അധികാരമേറ്റ ട്രംപ് രണ്ടു കാര്യങ്ങൾ ഉചിതമായി ചെയ്തു. അമേരിക്കയെ ആന്തരികമായി ശുദ്ധീകരിക്കാനുള്ള തുടക്കം. ഒന്ന്, ക്യാമ്പസുകളിലെ ഹമാസ് പ്രേമികളെ തുരത്താനുള്ള ഉത്തരവ്. രണ്ട്, അമേരിക്കയിൽ ഇനി രണ്ടു ജെൻഡറുകൾ അഥവാ ലിംഗവർഗങ്ങൾ മാത്രമേ സാധുവായുള്ളൂ എന്ന പ്രഖ്യാപനം. ആദ്യത്തേതിനെ മുസ്ലിം വിരുദ്ധമെന്നോ കുടിയേറ്റ വിരുദ്ധമെന്നോ ആര് വ്യാഖ്യാനിക്കുന്നതിലും നീതീകരണമില്ല, കഴമ്പുമില്ല. കാരണം ക്യാമ്പസുകളെ പിടികൂടി തുടങ്ങിയ ഹമാസ് പ്രണയം അമേരിക്കയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് പരിണമിക്കാൻ പോകുന്നതാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് അമേരിക്കൻ ജനത ലോക ശക്തിയാക്കി വളർത്തിയെടുത്ത അമേരിക്കൻ ഐക്യനാടുകൾ എന്ന അമേരിക്കയെ കുടിയേറ്റവും കുടിയേറിയവരുടെ ഇരവാദവും അത് പൊലിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയ ആരോപണവും ഒടുവിൽ മതാധിപത്യ നീക്കവും വഴി ചുളുവിൽ തങ്ങളുടേതാക്കാനാണ് ഇസ്ലാമിക ലോകത്ത് എവിടെയോ ഇരുന്ന് ഗൂഢപദ്ധതി ഒരുക്കിയ മതഗ്രന്ഥ മൗലികവാദ ശക്തികൾ മോഹിച്ചതും ശ്രമിച്ചതും. ഗാസ പാലസ്തീൻ പിന്തുണയെന്ന കപട മുദ്രാവാക്യം, അതിനുവേണ്ടിയുള്ള പുത്തൻ തന്ത്രം. യൂറോപ്പ് വീണുപോയ കെണിയിൽ അമേരിക്ക നിബദിക്ക് മുമ്പേ ഇടപെടാൻ ഒരു നേതാവിനെ ആ രാജ്യത്തിന് ലഭിച്ചു. ഇപ്പോഴത് ലോകത്തിന് മുഴുവൻ ലഭിച്ച നന്മയും പ്രതീക്ഷയും തന്നെയാണ്. അറബിക്കടലിനും ചെങ്കടലിനും മധ്യധരനാഴിക്കും ചുറ്റുവട്ടത്തിൽ നടത്തിയ മതാധിനിവേശം ഇന്ത്യയിലും പൂർണ്ണമാക്കുവാനും അറ്റ്ലാന്റിക്കിനും പസഫിക്കിനും അപ്പുറം അമേരിക്കൻ വൻകരയിലും ഉറപ്പിച്ച് ലോകത്തെ കാൽ കീഴിലാക്കി മതിക്കുവാനും ഇസ്ലാമികവാദികൾക്കുള്ള അതിമോഹത്തിന്റെയും ദുർമോഹത്തിന്റെയും ബാലചലനങ്ങളാണ് US ക്യാമ്പസുകൾ പുതുതായി കണ്ടത്. പ്രമുഖ പാശ്ചാത്യ നാസ്തികർ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉണ്ടിരുന്നപ്പോൾ വന്ന വിളി പോലെ ചില പ്രൊഫസർമാർക്കും മറ്റു പല ചിന്താജീവികൾക്കും സുഖജീവിതത്തിന് നടുവിൽ തോന്നിയ ഇസ്ലാമോഫോബിയയുടെ ഫലം അതവർ വിദ്യാർത്ഥികളിലേക്കും പടർത്തി. കുടിയേറി വന്ന ഇസ്ലാമികവാദികൾക്ക് കാലുറച്ചു കഴിഞ്ഞപ്പോൾ അന്യസ്ലാമിക ക്രൈസ്തവ അമേരിക്കയിലെ സ്വാതന്ത്ര്യവും പണവും അവസരങ്ങളും ദുരുപയോഗിച്ച് അമേരിക്കയിലും ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള അതിമോഹത്തോടെ പണി തുടങ്ങി. ഒരു വശത്ത് മദനസ്വർഗ പ്രതീക്ഷയും മറുവശത്ത് ചൂളാദഹന ഭീതിയുമായി ചാവേറാക്രമണവും ഭീകര പ്രവർത്തനവും കഴുത്തുവെട്ടലും നടത്താൻ മടിക്കാത്ത വിധം സ്വതന്ത്ര ബുദ്ധി കെട്ടുപോയ നിരവധി പേർ. അവരെ കൊണ്ട് ലോകരെ മുഴുവൻ ഭയപ്പെടുത്തി തങ്ങൾ അജയരാണെന്ന് വരുത്തി വളരെ എളുപ്പം ഭൂമിയെ ഗ്രന്ഥദൈവത്തിനെ അടിയറ വെക്കാനുള്ള തിടുക്കപ്പണിയിലായിരുന്നു മത തീവ്രവാദക്കാർ. ഇസ്രായേലിന്റെ പ്രഹരം കൊണ്ട് ഹമാസ് ചുരുണ്ടുപോയിട്ടും വിജയവാദവും ഇരവാദവും ഒരുമിച്ചു വിളമ്പി കള്ളങ്ങൾ കൊണ്ട് അടിമ വംശങ്ങളെ നിലനിർത്താനുള്ള കുബുതിയും കൗശലവും ഇപ്പോഴും വേണ്ടതിലേറെയുള്ളവർക്ക് യാഥാർത്ഥ്യം പ്രശ്നമേയല്ല. പാലസ്തീൻ പോരാട്ടം എന്നതുപോലുള്ള കള്ളങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് അവർ പണി തുടരും. പക്ഷേ അത് തങ്ങളുടെ രാജ്യത്ത് വേണ്ടെന്ന് ട്രംപിന്റെ ഭരണം കർശനമായി കൽപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിനകത്ത് കയറി രാജ്യത്തെ തുരക്കുവാൻ മതവാദികളെ അനുവദിക്കില്ലെന്നും അതിൻ്റെ ആശ്വാസം ലോകത്തിന് മുഴുവനുമുള്ളതുമാണ്. ശാന്തസമുദ്രത്തെ ഭീതിസാഗരമാക്കാൻ, പസഫിക്കിനെ ടെറിഫിക്കോ ഹൊറിഫിക്കോ ആക്കി മാറ്റാൻ തൽക്കാലം ആരെയും ട്രംപ് അനുവദിക്കില്ലെന്ന് ആശ്വസിക്കാം. അമേരിക്കയെ ധാർമ്മിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കമാണ് ട്രാൻസ്ജെൻഡറിനെ പ്രത്യേക ലിംഗവർഗമായി അംഗീകരിക്കില്ല എന്നത്. ഇത് കേട്ടാൽ വൈദ്യശാസ്ത്രവും ക്രൈസ്തവ വേദശാസ്ത്രവും അറിയുന്നവർക്ക് ഞെട്ടലില്ല. പകരം അരാജകത്വത്തെയും അപഭ്രംശത്തെയും പ്രകൃതി നിയമമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ആഘാതം തോന്നുക. മനുഷ്യരിലാകെ രണ്ടു തരം ക്രോമസോം ഘടന XX എന്നതും XY എന്നതും മാത്രമേ ഉള്ളൂ എന്നും
വൈദ്യശാസ്ത്രം പറയുമ്പോഴും വിഭിന്ന ആകർഷണവും ആഭിമുഖ്യവും പിശകാണെന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകാതെ സ്വാഭാവികമെന്ന് ന്യായീകരിക്കുകയാണ് ട്രാൻസ്ജെൻഡർവാദികൾ. അതുവഴി വ്യക്തികളുടെ അപഭ്രംശം സമ്മതിക്കുന്നതിന് പകരം പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടാവ് നിശ്ചയിച്ചതാണ് ഈ അവസ്ഥയെന്ന് വ്യാഖ്യാനിക്കുന്നു. മനുഷ്യന്റെ അപഭ്രംശത്തിനെ സൃഷ്ടാവിനെ ഉത്തരവാദിയാക്കി അത് സ്വാഭാവിക അവസ്ഥയെന്നും ന്യായീകരണമുള്ളതെന്നും സ്ഥാപിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അത്തരം വിവാഹങ്ങൾക്കും സ്വത്തവകാശ തുടർച്ചയ്ക്കും സാമ്പത്തിക വ്യാപാരങ്ങൾക്കുമെല്ലാം നിയമസാധുത അവകാശപ്പെടുകയും പക്ഷേ ട്രംപ് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെയും ഒപ്പമുള്ളവരുടെയും ക്രൈസ്തവ ബോധ്യം അത് അംഗീകരിക്കുന്നില്ല. അമേരിക്കയെ ആന്തരികമായി ദുർബലപ്പെടുത്തിയ ധാർമ്മിക ച്യുതികളിൽ കനപ്പെട്ട ഒന്നായി വിഭിന്ന ലിംഗവാദത്തെയും അത്തരം ആഭിമുഖ്യങ്ങളെയും ട്രംപ് കാണുന്നു. അമേരിക്ക നടക്കേണ്ടുന്ന വഴി തന്നെയാണിത്. ധാർമ്മിക ച്യുതിയാൽ അമേരിക്ക നേരിടേണ്ടി വരുമെന്ന് ക്രൈസ്തവ പ്രഘോഷകർ മുന്നറിയിപ്പ് നൽകിയ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനുള്ള ധീരമായ നടപടിയാണിത്. ഒരു പക്ഷേ സമീപ ദശകങ്ങളിൽ മറ്റൊരു US നേതാവും പ്രകടിപ്പിക്കാത്ത ധീരതയും നിശ്ചയദാർഢ്യവും പ്രതിബദ്ധതയും. വിഭിന്നാഭിമുഖ്യമുള്ളവരെ ശിക്ഷിക്കാനോ ദ്രോഹിക്കാനോ ഉള്ളതല്ല ട്രംപിന്റെ നടപടി. പകരം അപഭ്രംശത്തെ പ്രകൃതി നിയമമെന്നും സൃഷ്ടാവിന്റെ പദ്ധതി എന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെ തടയുന്നത്, നേരിനെ നുണയെന്നും നുണയെ നേരെന്നും വിളിക്കുന്നതിനെതിരായ നടപടി. ഇക്കാര്യത്തിൽ ട്രംപിന് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വിവിധ സംഘങ്ങളുടെയും സംഘടനകളുടെയും കോടതികളുടെയും വരെ. അന്തിമമായി ധാർമ്മിക ശരികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുക. കുറഞ്ഞ പക്ഷം ധീരതയോടെ ട്രംപ് തുടങ്ങിവെച്ച ശ്രമത്തിന് വലിയ മൂല്യമുണ്ട്. താൽക്കാലിക പരാജയങ്ങൾ ഉണ്ടായാൽ പോലും. വധശിക്ഷാവിധി പുറപ്പെടുവിച്ച ജഡ്ജിക്ക് പാലാഭിഷേകം. ഒരു യുവതിക്ക് ലഭിച്ച വധശിക്ഷാവിധി ആഘോഷിക്കുവാൻ കേരളത്തിലെ നവമാധ്യമങ്ങളിൽ എന്തൊരു തിരക്ക്! ചിലർ ഉന്മാദത്തിന്റെ ലക്ഷണം കാട്ടുന്നു. ആധുനികരെന്നും പരിഷ്കൃതരെന്നും പറയുന്ന മലയാളികളുടെ മനോനില ഇതാണോ? കൊല ചെയ്യപ്പെട്ട യുവാവിന്റെ ബന്ധുക്കളുടെ നഷ്ടവും ദുഃഖവും തീർക്കാൻ കഴിയാത്തതാണ്. എത്ര പേർക്ക് വധശിക്ഷ നൽകിയാലും നഷ്ടം പരിഹരിക്കപ്പെടില്ല. മറുകൊല പരിഹാരമാകുമെന്ന് കരുതുന്നത് നൂറ്റാണ്ട് മുമ്പത്തെ സാമൂഹിക മനസ്സ്. കൊലയ്ക്ക് കൊല എന്ന കാടത്ത ചിന്തയും. അവനെ ക്രൂശിക്കുക എന്ന കൂട്ടം ചേർന്ന് അലറി വിളിച്ചവരുടെ ചോരക്കുതിയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് പരിചിതം. വിസ്താര കോടതിയിലെ ജഡ്ജിയുടെ വിധിയെഴുത്ത് നീതിന്യായ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അത് പൂമാലയ്ക്കോ പുള്ളിക്കുത്തലിനോ ഉള്ള വിഷയമല്ല. പൂമാലയും കല്ലേറും ആൾക്കൂട്ട വാഴ്ചയുടെ പ്രവണതയാണ്. അപ്പീൽ കോടതിയെ കൂടി തങ്ങളുടെ വിധത്തിൽ ചിന്തിപ്പിക്കണം എന്നതാകാം ചിലരുടെ ഉദ്ദേശം. വധശിക്ഷ ഏറ്റവും ചുരുങ്ങിയ കേസുകളിലെ പാടുള്ളൂ എന്നതാണ് പരമോന്നത കോടതി പറഞ്ഞതിൻ്റെ പൊരുൾ. അതിൻ്റെ പരമസീമന്തം വധശിക്ഷ പാടില്ല എന്നതും. അത് പറഞ്ഞാൽ നെറ്റികൾ ചുളിയും മുഖങ്ങൾ ഇരുളും. കാരണം ചരിത്രാതീത കാലം മുതൽ ശീലിച്ചത് കൊലയ്ക്ക് കൊല എന്ന കണക്കാണല്ലോ. ഹാബേലിനെ കൊന്നതിന് നേരിട്ട് കുറ്റം വിധിച്ച ദൈവത്തോട് എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ എന്ന് പറഞ്ഞ് ജീവരക്ഷ യാചിച്ച കായേനെ വിശുദ്ധ ബൈബിളിൽ നിന്നും നമുക്കറിയാം. ദൈവത്തിലേക്ക് തിരിഞ്ഞ കായേനെ പ്രതികാരത്തിനായി ആരും കൊല്ലരുതെന്ന് കൽപ്പിച്ച ദൈവസ്വരവും ആധുനികതയും മാനവികതയും ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര എന്ന മനോനിലയിൽ നിന്ന് മാറാൻ ഏറെ പേർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുന്നുമില്ല. കുറ്റവാളി നടത്തുന്ന കൊലയ്ക്ക് പകരം രാഷ്ട്രം കുറ്റവാളിയെ കൊല ചെയ്യുന്നതാണ് നീതി എന്ന ധാരണ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അവരാണ് യുവതിയെ എത്രയും ക്രൂരമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞ് ആരവമുണ്ടാക്കുന്നത്.
കോടതി വിധിയെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ആൾക്കൂട്ടത്തിന്റെ മനോനിലയെ കുറിച്ചാണ്. വധശിക്ഷയ്ക്ക് വേണ്ടി ബഹളം കൂട്ടുന്നവർ പറയുന്ന ഒരു ന്യായം കൊല്ലപ്പെട്ടവർക്ക് കിട്ടേണ്ടുന്ന നീതിയാണ്. കുറ്റവാളിയായി വിധിക്കുക, നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകുക എന്നതിലപ്പുറം ആർക്കും ഒരധികാരത്തിനും ഭൂമിയിൽ നീതി നടത്തി കൊടുക്കുവാൻ കഴിയില്ല. ഇരകളുടെയോ ബന്ധുക്കളുടെയോ വൈകാരിക വിക്ഷോഭത്തിന്റെയും ദുഃഖത്തിന്റെയും അങ്ങേയറ്റത്തെ അതിരുവരെ തൃപ്തിപ്പെടുത്തുന്ന ശിക്ഷ നൽകുക എന്നതാണ് ഉത്തമ നീതി എന്ന് ആരാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ഇപ്പോൾ കാണുന്നത് മതിവായ വെളിവില്ലാത്ത സമൂഹ മാധ്യമങ്ങൾ വികാര വിക്ഷോഭത്താലും വൈകാരിക മുതലെടുപ്പിനു വേണ്ടിയും ചമച്ച വാർത്തകളും പ്രചാരണങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ആൾക്കൂട്ട വിധിയെഴുത്താണ്. കുറ്റവാളിയെയും കുറ്റകൃത്യത്തെയും കൽപ്പിക്കേണ്ടുന്ന ശിക്ഷയെയും ഒക്കെ കുറിച്ച് തീരുമാനത്തിലെത്താൻ ആധികാരികതയില്ലാത്തവരുടെ അലർച്ച വെറും ക്ലാമർ. നീണ്ട തടവ് ശിക്ഷ കൊണ്ടുപോലും തിരുത്താനാകാത്ത ദുഷ്ടതയെന്ന് ബഹളം കൂട്ടുന്നവരുടെ ആക്രോശങ്ങൾക്ക് വാട്സപ്പ്, യൂട്യൂബ് കേട്ടറിവും ഊഹാപോഹ മിശ്രിതവുമല്ലാതെ അടിസ്ഥാനമുണ്ടോ? പ്രോസിക്യൂഷനും പോലീസും കുറ്റവിചാരകർ മാത്രമാണ്. അവർക്ക് ന്യായാധിപ മനസ്സ് വേണം. പക്ഷേ ശിക്ഷ വിധിക്കുന്ന ന്യായാധിപ സ്ഥാനം അവർക്ക് കൽപ്പിച്ചാൽ സമൂഹം തന്നെ ദുരന്തം അനുഭവിക്കും. പ്രതിക്ക് ഏറ്റവും കഠിനമായ വിധത്തിൽ വധശിക്ഷ നൽകിയാൽ മാത്രമേ ഇരയ്ക്കോ ബന്ധുക്കൾക്കോ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയൂ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ആധുനിക സമൂഹം അംഗീകരിക്കേണ്ട കാര്യമാണോ? ആതുരമായ മാനസികാവസ്ഥകളെ തൃപ്തിപ്പെടുത്തുകയല്ലല്ലോ നിയമവ്യവസ്ഥയുടെ ലക്ഷ്യവും ബാധ്യതയും. അമ്മട്ടിലുള്ള ശിക്ഷാക്രമം പാലിച്ച് വ്യക്തികളും സംഘങ്ങളും ഭരണാധികാരികളും അനേകരുടെ ജീവനെടുത്ത സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടതാണ് ലോകം. അതല്ല വേണ്ടതെന്ന് തീരുമാനിച്ച് 110-ലേറെ രാജ്യങ്ങൾ വധശിക്ഷ ഒഴിവാക്കി. ആ പട്ടികയിൽ ഇസ്ലാമിക രാജ്യമായ ജിംബൂട്ടിയും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ തുർക്കിയും പെടുന്നു എന്നോർക്കുക. ബെലാറൂസ് ഒഴികെ യൂറോപ്പ് ആകെ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു. റഷ്യയിലും ഇപ്പോൾ വധശിക്ഷയില്ല, എന്നേക്കുമായി നിർത്തലാക്കിയിട്ടുമില്ല. വധശിക്ഷയുള്ളത് ഇന്ത്യയും ചൈനയും അമേരിക്കയും സൗദി അറേബ്യയും ഇറാനും ജപ്പാനും അടക്കം ലോക ജനസംഖ്യയിൽ പകുതിയോളം പേർ അധിവസിക്കുന്ന 50-ലേറെ രാജ്യങ്ങളിൽ. ചുരുക്കത്തിൽ രാഷ്ട്ര സമൂഹത്തിൽ പകുതിയിലേറെയും മനുഷ്യാവകാശത്തിനും മനുഷ്യജീവനും മൂല്യം കൽപ്പിച്ച് വധശിക്ഷ ഒഴിവാക്കി. വധശിക്ഷ വേണോ വേണ്ടയോ എന്ന സംവാദം അവസാനിച്ചിട്ടില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ലോകമാകെ കുടിയേറിയിട്ടുള്ള പ്രവാസി മലയാളികളുടെ സ്വന്തം നാട്ടുകാർക്കുള്ളത് വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള വെറിയാണോ? ഇത്തരം ആക്രോശക്കാരുടെ മുൻനിരയിൽ നവമാധ്യമങ്ങളിലൂടെ ആളായവരുടെയും അത്തരം ആളത്വം നിലനിർത്താൻ തത്രപ്പെടുന്നവരുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല. ചിലർക്ക് വേണ്ടത് അന്നന്നത്തെ പ്രശസ്തിയുടെ അപ്പം മാത്രമാണ്. അതവർക്ക് ഏതു പാത്രത്തിൽ വിളമ്പി കിട്ടിയാലും വേണ്ടില്ല. പക്ഷേ കേരളീയരുടെ മൊത്തം ആധുനിക മനസ്സാണ് അവർ വെളിപ്പെടുത്തുന്നതെങ്കിൽ ദുഃഖകരം തന്നെ. എന്തിനാണ് കേരളത്തിലെ ചില യൂട്യൂബ് മാധ്യമങ്ങൾ വിശകലന ഭാവത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തുടരെ വിമർശന വിഷയമാക്കുന്നത്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെയും ട്രംപിന്റെ നയങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം ക്രൈസ്തവർക്ക് എതിർപ്പുണ്ടെന്ന ധാരണയാകാം കാരണം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശ പ്രവണതകളോട് ക്രൈസ്തവ സമൂഹത്തിന് തീർച്ചയായും കടുത്ത എതിർപ്പുണ്ട്. ട്രംപിന്റെ നിലപാടുകളോട് ആഭിമുഖ്യവും. അതേ ആഭിമുഖ്യം വിദ്വേഷ യുദ്ധം നേരിടുന്ന ഇസ്രയേലിനോടുമുണ്ട്. ആർക്കും എവിടെയിരുന്നും ആരെയും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നതും സമ്മതിക്കുന്നു. പക്ഷേ അതൊന്നും സ്പർശിക്കുന്ന സ്ഥാനത്തല്ല മാർപ്പാപ്പ ഇരിക്കുന്നതെന്ന് അവരെ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. മറ്റാരുടേതും പോലെയല്ല കത്തോലിക്ക വിശ്വാസികളുടെ കാര്യം. മാർപ്പാപ്പയെ നിന്ദാപരമായി വിമർശിക്കുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നത് അവർക്ക് ആശാസ്യമല്ല.
ആഗോള രാഷ്ട്രീയ വിഷയങ്ങളിൽ, ചരിത്രപരമായ കാര്യങ്ങളിൽ പരിശുദ്ധ പിതാവിനോട് വിയോജിപ്പ് തോന്നാൻ ഇടയായേക്കാം. പക്ഷേ അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ പറയുന്നത് പോലെ അർഹമായ ആദരവോടും ബഹുമാനത്തോടും കൂടിയാവണം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെയും കുടിയേറ്റ നിയന്ത്രണത്തിന്റെയും കാര്യത്തിൽ മാർപ്പാപ്പ ഉപദേശിച്ച ഉന്നതമായ ദൈവിക നീതിക്കൊപ്പം പൂർണ്ണമായി നിൽക്കുവാൻ ട്രംപിന് കഴിയുകയില്ലായിരിക്കാം. അദ്ദേഹത്തിന്റെ ലൗകിക ഉദ്യോഗ നിർവഹണത്തിൽ അത് സാധ്യമാകണമെന്നുമില്ല. അതിൻ്റെ പേരിൽ ട്രംപിനെ അദ്ദേഹം ശപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. കുടിയേറ്റക്കാരെ ഹൃദയം കൊണ്ട് നിഷ്കരണം തള്ളുന്നതിലെ അക്രൈസ്തവികതയാണ് 8 വർഷം മുമ്പ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത്. അത് തിരസ്കാരം എന്ന വ്യാഖ്യാനം തെറ്റിദ്ധാരണ. പ്രവാസികളോട് കാട്ടേണ്ട കരുണയെക്കുറിച്ച് യഹോവ ഇസ്രായേൽ ജനത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഈജിപ്തിൽ പ്രവാസികളായിരുന്നു എന്നത് മറക്കരുതെന്നും അത് ക്രൈസ്തവികതയുടെയും ഒഴിവാക്കാനാകാത്ത അംശമാണ്. ഞാൻ തടവുകാരനായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു എന്ന് യേശുനാഥൻ പറഞ്ഞത് സമൂഹത്താൽ ശിക്ഷിക്കപ്പെട്ടും ശപിക്കപ്പെട്ടും കഴിയുന്ന നിർഭാഗ്യരായ കുറ്റവാളികളെ തന്നോട് ഐക്യപ്പെടുത്തിയിട്ടാണല്ലോ. ആ കാരുണ്യം പ്രസംഗിക്കുന്നതിൽ നിന്ന് മാർപ്പാപ്പയ്ക്ക് പിന്തിരിയാനാവില്ല. പക്ഷേ ആ കരുണ അതേപടി നിറവേറ്റുവാൻ ലൗകിക ഉദ്യോഗത്തിൽ ട്രംപിന് കഴിയുന്നില്ല എന്നതിനാൽ ട്രംപിനെ പാപ്പ തള്ളുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റി. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിൽ ട്രംപിനെ വിമർശിച്ച എപ്പിസ്കോപ്പൽ സഭയിലെ വനിതാ ബിഷപ്പിനെ ട്രംപ് വിമർശിച്ചത് മാർപ്പാപ്പയുടെ കണക്കിൽപ്പെടുത്താൻ ഒരു ചാനൽ ശ്രമിച്ചതും വസ്തുത അറിയാതെയാകാം. എപ്പിസ്കോപ്പൽ ചർച്ച് കത്തോലിക്ക സഭയല്ല, ആംഗ്ലിക്കൻ കൂട്ടായ്മയിലുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണത്. കത്തോലിക്ക സഭയിൽ വനിതാ ബിഷപ്പുമാരില്ല. ഇതറിയാതെ മാർപ്പാപ്പയോട് കൂട്ടായ്മയുള്ള ബിഷപ്പ് എന്ന് വരുത്താൻ ശ്രമിച്ചത് ബോധപൂർവമല്ലെന്നും തെറ്റിദ്ധാരണ നിമിത്തമെന്നും കരുതുക. ട്രംപിന് വേണ്ടി മാർപ്പാപ്പ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികളിൽ ഭൂരിപക്ഷവും. ട്രംപിന് വേണ്ടി മാത്രമല്ല, നിർഭാഗ്യ കാരണങ്ങളാൽ സംഘർഷങ്ങളിൽപ്പെട്ടും അല്ലാതെയും ലോകത്ത് കഴിഞ്ഞുകൂടുന്ന എല്ലാ മനുഷ്യർക്കും, എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും തിരുസഭയോട് ചേർന്നും വ്യക്തിപരമായും ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിൽ സംശയം വേണ്ട. ഫേസ്ബുക്ക് പോസ്റ്ററിൽ വർഗീസ് വള്ളിക്കാട്ടച്ചൻ സൂചിപ്പിച്ച ഒരു സുപ്രധാന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. മാർപ്പാപ്പ പറയുന്നത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, ഭാവിയിലേക്ക് വേണ്ടി കൂടിയാണത്. പാശ്ചാത്യ ലോകത്ത് ശക്തിപ്പെടുന്ന തീവ്ര വലതുപക്ഷ ചിന്തകൾ ലോകത്തിന് എത്രമാത്രം അപകടകരമാണെന്ന് ഓർമ്മിപ്പിക്കാൻ പാപ്പയ്ക്ക് ബാധ്യതയുണ്ട്. തീവ്ര ഇടതുപക്ഷം മനുഷ്യരുടെ വിഭജനത്തിലും സമഗ്രാധിപത്യത്തിലും വിശ്വസിക്കുന്നെങ്കിൽ തീവ്ര വലതുപക്ഷം മാരകമായ സ്വാർത്ഥതയുടെയും വെറുപ്പിന്റെയും വക്താക്കളാണ്. ജാലകത്തിലൂടെ നോക്കിയാൽ സാധാരണ ലോകം കാണുന്നതിനപ്പുറം കാണുവാനുള്ള ഉത്തരവാദിത്തം മാർപ്പാപ്പയ്ക്കുണ്ട്. അസ്തമിക്കാത്ത സ്നേഹത്തോടെയും അവസാനിക്കാത്ത കരുണയോടെയും മനുഷ്യരോട് വർത്തിക്കുന്ന യേശുനാഥന് ചേർന്ന വിധം ലോകത്തോട് സംസാരിക്കുവാനും, ആ ഭാഷ പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെന്നതോ തങ്ങളുടെ ഭാഷയുമായി അതിന് അകലം തോന്നുന്നു എന്നതോ മാർപ്പാപ്പയുടെ ഉദ്ദേശത്തെ നിന്ദിച്ചു പറയാൻ ന്യായമല്ല. അതാണ് കത്തോലിക്ക വിശ്വാസികൾക്ക് കൃപാനഷ്ടത്തിന് ഇടയാക്കാത്ത ആശാസ്യമായ രീതി. അനുവദനീയമായ കാര്യങ്ങളിൽ സഭാതലവനോട് വിയോജിക്കുന്നെങ്കിൽ അത് തികഞ്ഞ ആദരവോടായിരിക്കാൻ കത്തോലിക്ക വിശ്വാസികൾക്ക് കഴിയട്ടെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.